ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 58ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഭക്തിയാണ് മുക്തിക്ക് ആധാരം. എന്താണ് ഭക്തി, എന്തിനാണ് ഭക്തി എന്ന് ചോദിച്ചാൽ, ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമമാണ്. അത് നമ്മളെ സൃഷ്ടിച്ച ഭഗവാനോടുള്ള പ്രേമമാണ്. നമുക്കറിയാം, നമ്മളെ മാതാവിൻ്റെ ഗർഭത്തിൽ 280 ദിവസം കൊണ്ട് ഏകകോശമായിരുന്ന നമ്മെ ഒരു പൂർണ്ണ ശിശുവായി സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ ഒരു പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിക്കുകയും അമ്മയുടെ ഗർഭപാത്രം തൊട്ട് ഭൂമിയുടെ ഗർഭപാത്രം വരെ, അതായത് മരണം വരെ നമ്മെ അനുഗമിക്കുന്ന ശക്തിയാണ് ഈശ്വരന്. നമ്മുടെ ശരീരത്തിനുള്ള സകല ജീവൽ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. നമ്മുടെ മാതാവിൻ്റെ ഗർഭത്തിൽ വെച്ച് നമ്മുടെ ജാതകം പോലും ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനോട് ചേർന്ന് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കുകയും നമ്മുടെ ജീവിതത്തിലെ സകല ആഗ്രഹങ്ങളും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഭഗവാനോട് നമ്മൾ കാണിക്കുന്ന പ്രേമത്തെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. എന്താണ് മുക്തി? മുക്തി എന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. സാധാരണ ഒരു മനുഷ്യനെക്കാട്ടി 100 അല്ല ഒരു 500 ഇരട്ടി പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവിക്കുന്ന ഒരാളാണ് യോഗി. ഞാനൊരു യോഗിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. അതെല്ലാം ഭക്തി കൊണ്ട് തന്നെയാണ് പരിഹരിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ധാരാളം പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ നമുക്കത് ഭക്തിയിൽ കൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ പൈസ ഒന്നും കൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ പരിഹരിച്ച് നമ്മൾ ശാന്തിയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി സ്വാതന്ത്ര്യത്തോടും കൂടി നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയാണ് മുക്തി അഥവാ മോക്ഷം എന്ന് പറയുന്നത്. മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു അവസ്ഥയല്ല, നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മൾ നേടിയെടുക്കേണ്ട അവസ്ഥയാണ്. ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 59ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ ഭക്തിയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഭക്തി വർദ്ധിപ്പിക്കുന്നത് എന്ന് നോക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം. ഒരു ഭക്തന് കുറഞ്ഞത് രാവിലെ 5 മണിക്കെങ്കിലും കൃത്യമായി എണീറ്റിരിക്കണം. അലാറം വെച്ചാണെങ്കിൽ എണീക്കുക. എണീറ്റതിന് ശേഷം ആദ്യം ചെയ്യേണ്ട ഭൂവന്ദനമാണ്. ഭൂവന്ദനം ചെയ്യാതെ മുന്നോട്ട് പോകാൻ പാടില്ല ഒരു ഭക്തൻ. ഭൂവന്ദനം ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റ ഉടനെ കൈ തലയിൽ തൊട്ടുകൊണ്ട് നമ്മുടെ നെറ്റിക്ക് വെക്കുക, നെറുകിൽ വെക്കുക. അപ്പോൾ നമുക്കൊരു കീർത്തനം വേണമെങ്കിൽ ചെല്ലാം അറിയാമെങ്കിൽ, സമുദ്രവസനേ ദേവി പർവ്വതസ്ഥാന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തഭ്യം പാദസ്പർശം ക്ഷമസ്വതേ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മാതാപിതാ ഗുരു ദൈവം എന്ന രീതിയിലുള്ള വന്ദനമാണ്. മാതാവിനെ പിതാവിനെ വന്ദിക്കാൻ നമ്മൾ കിടക്കയിൽ ഇരുന്നുകൊണ്ട് ഓം മാതൃദേവായ നമഃ എന്ന് 3 തവണ പറയുക, ഓം പിതൃദേവായ നമഃ എന്ന് 3 തവണ പറയുക. അതിനുശേഷം ഗുരുവിനെ വന്ദിക്കാം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന് പറയുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ജഗത് പിതാവായ നമ്മുടെ പ്രാണനായിരിക്കുന്ന നാരായണനെയാണ് വന്ദിക്കേണ്ടത്. നാരായണനെ വന്ദിക്കാൻ വേണ്ടിയിട്ട് ഓം നമോ നാരായണ എന്ന് കുറേ പ്രാവശ്യം പറയുക. കീർത്തനം അറിയാവുന്നവർ അത് ജപിക്കുക. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജന സദാ പദാമി നാരായണ നാമനിർമ്മല സ്മരാമി നാരായണ തത്വമവി, ഇങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ ചെല്ലുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് എത്രയും പെട്ടെന്ന് കുളിക്കുക എന്നുള്ളതാണ്. കുളിച്ചു കഴിഞ്ഞ് വന്ന ഉടനെ വിളക്ക് കൊളുത്താൻ സാധിക്കുമെങ്കിൽ കൊളുത്തുക, ഇല്ലെങ്കിൽ നമ്മൾ നാമജപം തുടരുക. നമ്മൾ വേദപാരായണം ചെയ്യുക. അതിനായിട്ട് രാമായണം വായിക്കുക. ദിവസം 1 പേജ് വീതം വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. ഹരിനാമ കീർത്തനം കേൾക്കുക. പിന്നെ അതുപോലെ വിഷ്ണു സഹസ്രനാമം കേൾക്കുക. ഇതൊക്കെ ഭക്തി വർദ്ധിക്കാനുള്ള